ലോഗോസ് ക്വിസ് 2024 തീവ്ര പരിശീലനം. ന്യായാധിപന്മാർ അധ്യായം 4 മുതൽ 6 വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യോത്തരങ്ങൾ. യാബീൻ്റെ സേനാപതി ആരായിരുന്നു? സിസേറ. സിസേറ വസിച്ചിരുന്നത് എവിടെ? ഹറോഷത്ത് ഹഗോയിമിൽ. യാബീന് എത്ര ഇരുമ്പ് രഥങ്ങളുണ്ടായിരുന്നു? 900. ദബോറ ആരുടെ ഭാര്യയായിരുന്നു? ലപ്പിദോത്തിൻ്റെ. ദബോറയുടെ ഒരു പതിവെന്തായിരുന്നു? ദബോറയുടെ ഈന്തപ്പനയുടെ കീഴിൽ ഇരിക്കുക. ബാറഖ് ആരുടെ മകനായിരുന്നു? അബിനോവാമിൻ്റെ. കേദഷ് എവിടുത്തെ സ്ഥലമാണ്? നഫ്താലിയിലെ. എത്ര പേരെ അണിനിരത്താനാണ് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ബാറക്കിനോട് ആജ്ഞാപിക്കുന്നത്? 10,000. കർത്താവ് സിസേറയെ ആരുടെ കയ്യിൽ ഏൽപ്പിക്കും? ഒരു സ്ത്രീയുടെ. ബാറഖ് ആരെയെല്ലാമാണ് കേദഷിൽ വിളിച്ചു കൂട്ടിയത്? സെബൂലൂണിനെയും നഫ്താലിയെയും. സാനാമിലെ ഓക്കുമരത്തിന് സമീപം പാളയമടിച്ചതാര്? കേന്യനായ ഹേബർ. കേന്യർ ആരുടെ വംശജരായിരുന്നു? ഹോബാബിൻ്റെ. ഹോബാബ് ആരായിരുന്നു? മോശയുടെ അമ്മായിയപ്പൻ. സാനാന്യമിലെ ഓക്കുമരം എവിടെയായിരുന്നു? കേദഷിനടുത്ത്. അധ്യായം 4:14 ദബോറ പറഞ്ഞ ആദ്യ വാക്ക് ഏത്? മുന്നേറുക. സിസേറ അഭയം പ്രാപിച്ചത് എവിടെയാണ്? കേന്യനായ ഹേബറിൻ്റെ ഭാര്യ ജായേലിൻ്റെ കൂടാരത്തിൽ. ജായേൽ എന്തുകൊണ്ടാണ് സിസേറയെ മൂടിയത്? ഒരു കരിമ്പടം കൊണ്ട്. എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ സിസേറയ്ക്ക് ജായേൽ കൊടുത്തത് എന്ത്? പാൽ. അവൾ എങ്ങനെയാണ് അവന് പാൽ കൊടുത്തത്? തോൽക്കുടം തുറന്ന്. ഹേബറിൻ്റെ ഭാര്യ ജായേൽ സിസേറയെ കൊന്നത് എന്ത് ആയുധങ്ങൾ ഉപയോഗിച്ചാണ്? മരയാണിയും ചുറ്റികയും. സിസേറയെ പിന്തുടർന്ന് ജായേലിൻ്റെ കൂടാരത്തിൽ വന്നതാര്? ബാറഖ്. സിസേറ എങ്ങനെ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്? ചെന്നിയിൽ മരയാണി തറച്ച്. ആര് പാടിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ദബോറയുടെ കീർത്തനം ആരംഭിക്കുന്നത്? ദബോറയും അബിനോവാമിൻ്റെ പുത്രൻ ബാറക്കും. അധ്യായം 5:2 അനുസരിച്ച് ആരാണ് ഇസ്രായേലിനെ നയിച്ചത്? നേതാക്കന്മാർ. 5:3 ആര് കേൾക്കുവിൻ എന്നാണ് പറയുന്നത്? രാജാക്കന്മാർ. കർത്താവ് എവിടെ നിന്ന് പുറപ്പെട്ടപ്പോഴാണ് ഭൂമി കുലുങ്ങിയത്? സെയീറിൽ നിന്ന്. കർത്താവ് ഏത് പ്രദേശത്ത് നിന്ന് മുമ്പോട്ട് നീങ്ങിയപ്പോഴാണ് ഭൂമി കുലുങ്ങിയത്? ഏദോം. അധ്യായം 5:5 എന്താണ് ജലം വർഷിച്ചത്? ആകാശമേഘങ്ങൾ. അധ്യായം 5:5 കർത്തൃസന്നിധിയിൽ വിറപൂണ്ടത് എന്താണ്? പർവ്വതങ്ങൾ. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ എന്താണ് കുലുങ്ങിയത്? സീനായ് മല. ഷങ്കാർ അനാത്തിൻ്റെ മകനാണെന്ന് അധ്യായം 5:6 പറയുന്നു. ഇങ്ങനെ പറയുന്ന മറ്റൊരു വചനം ഏത്? അധ്യായം 3:31. ആര് ഇസ്രായേൽ മാതാവായി തീരും വരെയാണ് അവിടെ കൃഷിവലർ അറ്റുപോയിരുന്നത്? ദബോറ. യുദ്ധം കവാടങ്ങളിലെത്തിയത് എപ്പോൾ? പുതുദേവന്മാരെ പുണർന്നപ്പോൾ. സേനാപതികൾ സസന്തോഷം ചെയ്തതെന്ത്? തങ്ങളെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചു. എന്തു ചെയ്യുവാനാണ് ചെങ്കഴുതപ്പുറത്ത് സവാരി ചെയ്യുന്നവരോടും മേൽത്തരം പരവതാനികളിൽ ഇരിക്കുന്നവരോടും പാതകളിൽ നടന്നു നീങ്ങുന്നവരോടും പറയുന്നത്? ഇക്കാര്യം ഉദ്ഘോഷിക്കുവിൻ. അധ്യായം 5:11 എന്തിനോട് ചേർന്നാണ് കർത്താവിൻ്റെ വിജയം പ്രഘോഷിക്കുന്നത്? തേക്ക് പാട്ടോട് ചേർന്ന്. ആരോടാണ് ഉണരൂ ഗാനമാലപിക്കൂ എന്ന് 5:12 പറയുന്നത്? ദബോറയോട്. 5:12 താഴേക്ക് അണിയണിയായി നീങ്ങിയതാര്? ശ്രേഷ്ഠന്മാരിൽ ശേഷിച്ചവർ. മാഖീറിൽ നിന്ന് താഴ്വരയിലേക്ക് അണിയായി നീങ്ങിയത് ആര്? സേനാപതികൾ. സെബൂലൂണിൽ നിന്ന് താഴേക്ക് അണിയായി നീങ്ങിയതാര്? സൈന്യാധിപൻ്റെ ദണ്ഡ് വഹിച്ചവർ. അധ്യായം 5:15 ദബോറായോടുകൂടെ വന്നത് ആര്? ഇസാക്കറിൻ്റെ പ്രഭുക്കന്മാർ. കാലടികളെ പിന്തുടർന്ന് ഇസാക്കർ എവിടേക്കാണ് ഇരമ്പിപ്പാഞ്ഞത്? താഴ്വരയിലേക്ക്. ആഴത്തിൽ ഹൃദയപരിശോധന നടന്നത് ആരുടെ ഭവനത്തിലാണ്? റൂബൻ ഭവനങ്ങളിൽ. ജോർദാനപ്പുറം തങ്ങിയത് ആര്? ഗിലയാദ്. കപ്പലുകളോടൊപ്പം വസിച്ചത് ആര്? ദാൻ. സ്വന്തം ജീവനെ മരണത്തിനേൽപ്പിച്ച ജനം ഏത്? സെബുലൂൺ. യുദ്ധക്കളത്തിൽ മരണം വരിച്ചതാര്? നഫ്താലി. കാനാൻ രാജാക്കന്മാർക്ക് കൊള്ളയടിക്കാൻ എന്ത് കിട്ടിയില്ലെന്നാണ് പറയുന്നത്? വെള്ളി.
അധ്യായം 5:20 ആകാശങ്ങളിൽ യുദ്ധം ചെയ്തത് ആര്? നക്ഷത്രങ്ങൾ. കൂടാരവാസികളിൽ ഏറ്റവും ധന്യ എന്ന് 5:24 വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? കേന്യനായ ഹേബറിൻ്റെ ഭാര്യ ജായൽ. ജായൽ രാജകീയ താലത്തിൽ കൊണ്ടുവന്നതെന്ത്? കട്ടത്തൈര്. 5:26 ജായൽ കയ്യിലെടുത്തത് എന്ത്? കൂടാരത്തിൻ്റെ മരയാണി. വലത്ത് കയ്യിലെടുത്തത് എന്ത്? വേലക്കാരുടെ ചുറ്റിക. സിസേറ എന്ത് ചെയ്യുകയാണെന്നാണ് അമ്മ പറയുന്നത്? കൊള്ള തിട്ടപ്പെടുത്തുകയും പങ്കുവയ്ക്കുകയും. സിസേറയ്ക്ക് നിറപ്പകിട്ടാർന്ന ചിത്രപ്പണി ചെയ്ത വസ്ത്രങ്ങൾ. അമ്മയ്ക്ക് എന്താണ് ഉള്ളത്? തോളിലണിയാൻ നിറപ്പകിട്ടാർന്ന ചിത്രപ്പണി ചെയ്ത 2 വസ്ത്രങ്ങൾ. കർത്താവെ, നിൻ്റെ ശത്രുക്കൾ നശിക്കുമ്പോൾ സ്നേഹിതർ ആരെപ്പോലെയാകട്ടെ എന്നാണ് പറയുന്നത്? ശക്തിയുള്ള ഉദയസൂര്യനെ പോലെ. തുടർന്ന് എത്ര വർഷം രാജ്യത്ത് ശാന്തി നിലനിന്നു? 40 വർഷം. തിന്മ ചെയ്ത ഇസ്രായേൽ ജനത്തെ എത്ര വർഷത്തേക്കാണ് മിദ്യാൻകാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തത്? 7. മിദ്യാൻകാരെ ഭയന്ന് ഇസ്രായേൽ ജനം പർവ്വതങ്ങളിൽ എന്തെല്ലാം നിർമ്മിച്ചു? മാളങ്ങളും ഗുഹകളും ദുർഗങ്ങളും. ഇസ്രായേൽക്കാർ വിത്ത് വിതച്ച് കഴിയുമ്പോൾ അവരെ ആക്രമിച്ചിരുന്ന ആര്? മിദ്യാൻകാരും അമലേക്യരും പൗരസ്ത്യരും. ഇസ്രായേലിൽ ജീവസന്ധാരണത്തിന് എന്ത് ശേഷിച്ചില്ല എന്നാണ് പറയുന്നത്? ആടോ മാടോ കഴുതയോ. അധ്യായം 6:5 അവർ വെട്ടിക്കിളികളെപ്പോലെ സംഖ്യാതീതമായി വന്നുകൂടിയത് എവിടെ? കന്നുകാലികളിലും കൂടാര സാമഗ്രികളിലും. മിദ്യാൻകാരും അവരുടെ ഒട്ടകങ്ങളും എത്രമാത്രമായിരുന്നു? എണ്ണമറ്റവ. അങ്ങനെ അവർ വരുന്നതോടെ ദേശം എങ്ങനെയാകും? ശൂന്യമാകും. അധ്യായം 6:8 ഈജിപ്തിനെക്കുറിച്ച് പറയുന്നതെന്ത്? ദാസ്യഭവനം. 6:8 ഏത് ചരിത്ര സംഭവമാണ് കർത്താവ് അനുസ്മരിക്കുന്നത്? ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിനെ ഇറക്കിക്കൊണ്ടുവന്നത്. കർത്താവിൻ്റെ ദൂതൻ എവിടെ വന്നാണ് ഓക്കുമരത്തിൻ്റെ കീഴിൽ ഇരുന്നത്? ഓഫ്രായിൽ. കർത്താവിൻ്റെ ദൂതൻ ആരുടെ ഓക്കുമരത്തിൻ്റെ കീഴിലാണ് ഇരുന്നത്? യോവാഷിൻ്റെ. യോവാഷ് ഏത് വംശജനാണ്? അബിയേസർ. ഗിദയോൻ ആരുടെ പുത്രനാണ്? യോവാഷിൻ്റെ. ഗിദയോൻ മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിച്ചതെന്തുകൊണ്ട്? മിദ്യാൻകാർ കാണാതിരിക്കാൻ വേണ്ടി. കർത്താവിൻ്റെ ദൂതൻ 6:12 ഗിദയോനെ വിളിക്കുന്നതെങ്ങനെ? ധീരനും ശക്തനുമായ മനുഷ്യ. ഗിദയോൻ കർത്താവിൻ്റെ ദൂതനെ സംബോധന ചെയ്തതെന്ത്? പ്രഭോ. അധ്യായം 6:14 ഗിദയോനോട് സംസാരിക്കുന്ന ആര്? കർത്താവ്. ഗിദയോൻ്റെ ഗോത്രം ഏത്? മനാസെ. അധ്യായം 6:19 ഗിദയോൻ വീട്ടിൽ പോയി പാകം ചെയ്തത് എന്ത്? ഒരാട്ടിൻകുട്ടിയെ. എത്രമാത്രം മാവ് കൊണ്ടാണ് പുളിപ്പില്ലാത്ത അപ്പമുണ്ടാക്കിയത്? 1 ഏഫ. മാംസം കുട്ടയിലും ചാറ് പാത്രത്തിലുമാക്കി എവിടെ കൊണ്ടുവന്നു? ഓക്കുമരത്തിന് കീഴിൽ. അധ്യായം 6:21 കർത്താവിൻ്റെ ദൂതൻ ഗിദയോൻ്റെ ദൃഷ്ടിയിൽ നിന്നും മറയുന്നതിന് മുൻപ് എന്താണ് ചെയ്തത്? കയ്യിലിരുന്ന വടിയുടെ അഗ്രം കൊണ്ട് ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും തൊട്ടു. ദൂതൻ കയ്യിലിരുന്ന വടിയുടെ അഗ്രം കൊണ്ട് ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും തൊട്ടപ്പോൾ സംഭവിച്ചത് എന്താണ്? പാറയിൽ നിന്ന് തീ ഉയർന്ന് മാംസവും അപ്പവും ദഹിപ്പിച്ചു. അധ്യായം 6:24 ഗിദയോൻ കർത്താവിന് പണിത ബലിപീഠത്തിൻ്റെ പേര് യാഹ്വേ ശലോം. യാഹ്വേ ശലോം എന്നതിൻ്റെ അർത്ഥമെന്ത്? കർത്താവ് സമാധാനം. യാഹ്വേ ശലോം ഇന്നും ഉള്ളത് എവിടെയാണ്? അബിയേസർ വംശജരുടെ ഓഫ്രായിൽ. ദൈവമായ കർത്താവിന് ഗിദയോൻ എവിടെയാണ് ബലിപീഠം പണിയേണ്ടത്? ദുർഗത്തിൻ്റെ മുകളിൽ. എങ്ങനെയാണ് ബലിപീഠം പണിയേണ്ടത്? കല്ലുകൾ യഥാക്രമം അടുക്കി. കർത്താവ് പറഞ്ഞതുപോലെ ചെയ്യാൻ എത്ര പേരെയാണ് ഗിദയോൻ കൂടെ കൊണ്ടുപോയത്? വേലക്കാരിൽ 10 പേരെ. അവൻ പകലല്ല രാത്രിയാണ് ഇത് ചെയ്തത്. ആരെ ഭയന്നിട്ട്? അവൻ്റെ കുടുംബക്കാരെയും പട്ടണവാസികളെയും. അധ്യായം 6:32 ജുറൂബ് ബാൽ എന്നതിൻ്റെ അർത്ഥമെന്ത്? ബാൽ തന്നെ അവനെതിരായി മത്സരിക്കട്ടെ. ഏതെല്ലാം ഗോത്രങ്ങളിലേക്കാണ് 6:35 ഗിദയോൻ സന്ദേശവാഹകരെ അയക്കുന്നത്? മനാസെ, ആശേർ, സെബുലൂൺ, നഫ്താലി. ഗിദയോൻ്റെ കയ്യാൽ ഇസ്രയേലിനെ വീണ്ടെടുക്കണമെന്നതിന് തെളിവ് ലഭിക്കാൻ ഗിദയോൻ കളത്തിൽ വിരിച്ചത് എന്താണ്? ആട്ടിൻ രോമം കൊണ്ടുള്ള ഒരു വസ്ത്രം. കളം മുഴുവൻ ഉണങ്ങിയിരിക്കുമ്പോൾ വസ്ത്രത്തിൽ എന്ത് കാണപ്പെടണം എന്നാണ് ഗിദയോൻ പറയുന്നത്? മഞ്ഞ്. അധ്യായം 6:38 ഗിദയോൻ അതിരാവിലെ ചെയ്തതെന്ത്? വസ്ത്രം പിഴിഞ്ഞ് ഒരു പാത്രം നിറയെ വെള്ളമെടുത്തു. 2ാം പ്രാവശ്യത്തെ പരീക്ഷണത്തിൽ നിലവും വസ്ത്രവും എങ്ങനെ ആയിരിക്കണമെന്നാണ് ഗിദയോൻ പറയുന്നത്? വസ്ത്രം ഉണങ്ങിയും നിലം മുഴുവനും മഞ്ഞുതുള്ളി വീണതായും.
അധ്യായം